ഹലോ ഫ്രണ്ട്സ്, വെറൈറ്റി ഹോം മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പൊതിച്ചോറിനെ പറ്റി നല്ലൊരു അടിപൊളി ഒരു ഉള്ളിത്തോരനാണ് കാണിക്കുന്നത്. അപ്പോൾ ഉള്ളിത്തോരൻ എന്ന് പറയുമ്പം സാധാരണ ഉള്ളിത്തോരനിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റിലാണ് ഈ ഒരു ഉള്ളിത്തോരൻ തയ്യാറാക്കുന്നത്. അപ്പം നമുക്ക് പൊതിച്ചോറ് ഇഷ്ടമില്ലാത്തവരാരും കാണത്തില്ലല്ലോ അല്ലേ? അപ്പോൾ അത് കഴിക്കാത്തവരും കാണത്തില്ല. അപ്പോൾ പെട്ടെന്ന് പോയി നമുക്ക് ഈ ഒരു ഉള്ളിത്തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനു മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് പെട്ടെന്ന് പോയി നമ്മുടെ ഉള്ളിത്തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഉള്ളിത്തോരൻ തയ്യാറാക്കാനായിട്ട് ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ചെറിയ ഉള്ളി കിട്ടിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഉള്ളി അത് എല്ലാം ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ചെറിയ ഉള്ളി എടുക്കണമെന്നില്ല. വലിയ ഉള്ളി ആയാലും മതി, സബോളയില്ലേ അതായാലും മതി. പക്ഷേ കുറച്ചും കൂടെ ടേസ്റ്റ് ചെറിയ ഉള്ളി ആയതുകൊണ്ടാണ് ഞാൻ ചെറിയ ഉള്ളി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ചെറിയ ഉള്ളി ചെയ്യുന്ന അതേ രീതിയിൽ നിങ്ങൾക്ക് സബോളയും ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിത് വട്ടത്തിലൊന്നും അല്ല കട്ട് ചെയ്തെടുക്കുന്നത്, നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഉള്ളിയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ വേണ്ടി ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്, നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ തീയലൊക്കെ വയ്ക്കുമ്പം കട്ട് ചെയ്തെടുക്കത്തില്ലേ, ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു തോരൻ വയ്ക്കുമ്പോൾ ഇങ്ങനെ ചെറിയ ഉള്ളി ആയതുകൊണ്ട് ഇങ്ങനെയാണ് കാണാനും ഒരു ഭംഗി കേട്ടോ. അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു പാത്രം വെച്ച എണ്ണയൊന്ന് ചൂടായി വന്നപ്പോൾ അതിനകത്തിലോട്ട് കടുക് പൊട്ടിക്കാനിടുന്നുണ്ട്. അപ്പം ഞാൻ ഇത് എടുത്തപ്പം ക്യാമറ ഓഫായിരുന്നു, അതുകൊണ്ടാണ്. അപ്പം കടുക് പൊട്ടിച്ചതിന് ശേഷം ഞാൻ വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുത്തു. അതൊന്ന് മൂത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഉള്ളി ഇട്ടിട്ടുണ്ട്, കൊച്ചുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ചെയ്തത്. ഞാനപ്പം ചെയ്തിരുന്നപ്പം ക്യാമറ ഓഫായി പോയിരുന്നു, അപ്പം ഞാനത് അറിഞ്ഞിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇതിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുമ്പം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതൊന്നുകൂടെ നന്നായിട്ടൊന്ന് പെട്ടെന്ന് വഴറ്റി കിട്ടാനാണ് ഉപ്പിടുന്നത്. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞാൻ ഇതിനകത്തിലോട്ട് ഒരു പച്ചമുളകേ ഇടുന്നുള്ളൂ. അത്യാവശ്യം എരിവുണ്ട്, അപ്പോൾ ചെറിയ അളവായതുകൊണ്ട് തന്നെ ഞാൻ ഒരു പച്ചമുളകേ ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് പച്ചമുളക് ഇടണമെങ്കിൽ ഇടാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാനപ്പോൾ ഇതിനകത്ത് കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. അപ്പം കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്, അപ്പോൾ അതൊരു കുറച്ചുകൂടെ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കപ്പം മുളക് പൊടി ഇടണ്ടെന്നുണ്ടെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊരു കളർഫുള്ളായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇടുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്തിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റിയിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് വഴറ്റാം. ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണമെന്ന് പറയാൻ ഇത് നമ്മൾ സാധാരണ ഉള്ളിത്തോരൻ കഴിക്കുന്നതിൽ നിന്നൊരു വ്യത്യസ്ത ടേസ്റ്റ് തന്നെയാണ് ഇത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ ഇത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പം ഇതിന് നല്ല ഒരു കളർഫുള്ളായിട്ടിരിക്കാനാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് അതൊന്ന് അതിൻ്റെ ഒന്ന് പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിനകത്തോട്ട് ഒരുപാടല്ല, ഒരു ലേശം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒരുപാട് ഒഴിക്കരുത്. നമുക്ക് ഒന്ന് ആ ഉള്ളി ഒന്നെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വേകുന്ന പരുവത്തിൽ. അപ്പം ആ ഒരു പരുവത്തിലോട്ട് ഒരുപാടല്ല, ഒരു ചെറിയ ഒന്ന് ജസ്റ്റ് നമുക്കിതൊന്ന് അടച്ച് വെക്കണം. അപ്പോൾ ആ ഒരു ആവിയിലിരിക്കാൻ പരുവത്തിന് കുറച്ച് വെള്ളം, ഈ ഒരു അളവ്, ഒരുപാട് തിങ്ങി വെള്ളമൊന്നും അല്ല ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സ്വല്പം വെള്ളവും കൂടെ ഒഴിച്ച് ഞാനൊന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. ഈ ഒരു സമയം നമുക്കിതിൻ്റെ അരപ്പൊന്ന് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിൽ ചെറിയൊരളവിന് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്തിലോട്ട് പെരിഞ്ജീരകമാണ് ഞാൻ ചേർക്കുന്നത്. അത് നിങ്ങൾ മറക്കരുത്. കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ടേസ്റ്റും ഇതിൻ്റെ മണവും ഈ ഒരു ഉള്ളിത്തോരൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് തന്നെ ഈ ഒരു പെരിഞ്ജീരകമാണ് കേട്ടോ. നമ്മൾ മസാലയ്ക്കൊക്കെ ആഡ് ചെയ്യുന്ന ആ ഒരു പെരിഞ്ജീരകമാണ് ഞാൻ ഇതിനകത്തിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് തോരനൊക്കെ അരച്ചെടുക്കുന്ന പോലെ ഒന്ന് ചതച്ച് ഒരുപാട് ഓവറായിട്ട് അരയണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ അരപ്പെല്ലാം ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വെള്ളം ഒന്നും ചേർക്കാതെ തന്നെയാണ് ഇത് ചതച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു അരപ്പ് നമ്മുടെ ഈ ഒരു ഉള്ളിക്കകത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയെല്ലാം നന്നായിട്ട് വെന്ത് നല്ല പരുവത്തിലായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ അടുപ്പൊന്ന് മാറ്റാം. കണ്ടോ, കറക്റ്റ് നല്ല പരുവത്തിലായിട്ടുണ്ട്, നല്ല കളർഫുള്ളായിട്ടുണ്ട്. നമ്മൾ ആ കാശ്മീരി മുളക് പൊടി ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു കളർഫുള്ളായിട്ടാണ് ഇരിക്കുന്നത്.
അപ്പം നമുക്ക് ഈ ഒരു അരപ്പ് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളിത്തോരനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് പെരിഞ്ജീരകം ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റും ഒരു പ്രത്യേക ടേസ്റ്റും ഒരു നല്ലൊരു ഫ്ലേവറും ഒക്കെയാണ് ഈ ഒരു തോരൻ. നമുക്ക് പൊതിച്ചോറിന് മാത്രമല്ല നമുക്ക് തട്ടത്തിലൊക്കെ നമുക്ക് സ്കൂളുകളിലും കോളേജിലും ഒക്കെ നമുക്ക് കൊടുത്തു വിടാനും ഒക്കെ പറ്റിയ നല്ല ഒരു തോരനാണിത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് ആ ഒരു അരപ്പ് ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. എല്ലാം കറക്റ്റ് അരപ്പെല്ലാം പിടിച്ച് നല്ല പരുവത്തിലോട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഈ രീതിയിൽ ഉള്ളിത്തോരൻ കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് പൊതിച്ചോറിന് മാത്രമല്ല, നമുക്ക് അല്ലാതെ ചോറിനായാലും നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഉള്ളിത്തോരനാണിത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.